ഹലോ, ഇന്നത്തെ വിശേഷം എന്താണെന്നറിയോ? ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ കൊടിമരം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തേക്ക് കൊണ്ടുവരുന്ന ദിവസമായിരുന്നു. കോന്നി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഭയങ്കര ഘോഷയാത്രയൊക്കെ ആയിട്ടാണ് തേക്ക് കൊണ്ടുവന്നത് കേട്ടോ. പഞ്ചവാദ്യം ഉണ്ടായിരുന്നു, പിന്നെ തെയ്യം, പിന്നെ കാവടി, അങ്ങനെ ഭയങ്കര കേമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ ഇങ്ങനെ കൊടിമരം ഉണ്ടായിരുന്നില്ല. ഈ ഉത്സവ സമയത്തൊക്കെ ടെമ്പററി ആയിട്ടുള്ള കൊടിമരം വയ്ക്കുക, എന്നിട്ട് ഉത്സവം കഴിയുമ്പോൾ ആനയെ കൊണ്ട് അത് ഇങ്ങനെ തള്ളി ഇടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അതേ നമുക്ക് സ്വന്തമായിട്ടൊരു കൊടിമരം വരാൻ പോവുകയാണ്. കൊടിമരം എന്ന് പറയുന്നത് കുറച്ചും കൂടി നന്നാക്കുകയാണെങ്കിൽ ധ്വജം എന്ന് പറയാം. അപ്പോൾ ഈ കൊടിമര പ്രതിഷ്ഠ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ ഒരു ദേശത്തിലേക്കുള്ള ഒരു നല്ല മിന്നൽ രക്ഷാജാലകമാണ് കൊടിമരം എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്തുള്ള സ്ഥലങ്ങളിലെ ഒന്നും മിന്നൽ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയില്ല, ഈ അമ്പലത്തിൻ്റെ കൊടിമരത്തിന് മുകളിലേക്ക് ചിലർ പറഞ്ഞാൽ അമ്പലത്തിൻ്റെ മുകളിൽ ഉയരത്തിനേക്കാൾ കൂടുതൽ വീടുകൾ ഉയരം പാടില്ല എന്നൊക്കെ പറയും. അപ്പം അതിൻ്റെയൊക്കെ ഒരു റീസൺ ഇതാണെന്നാണ് തോന്നുന്നത്. പിന്നെ ആക്ച്വലി എനിക്കിതൊരു കുറച്ച് ഇമോഷണലി കൂടി അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമായിരുന്നു ഈ ഒരു സംഭവം. അതായത് വേറൊന്നുമല്ല, നമ്മൾ കുഞ്ഞിലേ തൊട്ട് ഈ അമ്പലമായിട്ട് ചുറ്റിപ്പറ്റി നടക്കുന്ന ആളാണ്. അപ്പോൾ ഇപ്പം അല്ല, കുഞ്ഞിലേ അങ്ങനെ ആയിരുന്നു. കുഞ്ഞിലേ കുറച്ച് വളർന്നു വരുന്ന കാര്യം അത്. അപ്പോൾ ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും നമ്മുടെ വിശേഷങ്ങളായിരുന്നു. പ്രത്യേകിച്ച് ശിവൻ്റെ അമ്പലമാണ്, അപ്പോൾ ശിവരാത്രി ആണ് മെയിൻ. ഇപ്പോൾ ഉത്സവം നടത്തുന്നുണ്ട്, പിന്നെ പ്രതിഷ്ഠാദിനം അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും കൂടാൻ പറ്റാറില്ല. ഇത്തവണ എന്തോ ഭാഗ്യത്തിന് ഇതൊന്ന് കാണാനുള്ള ഭാഗ്യമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ തേക്കുമരം. അത് കൊണ്ടുവരുന്നത് കാണാനൊക്കെ പറ്റി, ഈ ഒരു പരിപാടിയിലൊന്ന് പങ്കെടുക്കാനൊക്കെ പറ്റി. ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ പണ്ട് അമ്പലം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. എല്ലാം നല്ല മാറ്റങ്ങളാണ്. അതായത് അമ്പലം നന്നായി വളർന്നുണ്ട്. നമ്മളൊക്കെ വളർന്നതിനോടൊപ്പം നമ്മൾ അതേപോലെ അമ്പലവും വളർന്നുണ്ട്. കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അമ്പലത്തിലേക്ക് വരുമ്പോൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എന്താ പറയുക, ഇതൊക്കെ കാണാനൊക്കെ പറ്റുന്ന ഒരു ഭാഗ്യമാണല്ലോ. നമ്മൾ വീട് വിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തിരിച്ച്, അതായത് ജോലിയുടെ ആവശ്യമോ പല ആവശ്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ മാറിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നത് ഒരു ഭാഗ്യമാണല്ലോ. നമുക്ക് ആ നൊസ്റ്റാൾജിയൊക്കെ വരും. പണ്ട് എങ്ങനെയായിരുന്നു, ഇപ്പം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീൽ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ വന്നു. നിങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമായിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് തേക്കുമരം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകണം. ഇനിയിപ്പോൾ എനിക്കൊന്ന് 2 വർഷം കഴിയുമ്പോഴേക്കും കൊടിമരമായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഒരു ധ്വജപ്രതിഷ്ഠ കാണാൻ പറ്റുക. ഇപ്പോൾ എനിക്കതും കാണാൻ ഭാഗ്യം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതൊരു നല്ല ഓർമ്മയായിട്ട് ഇവിടെ കിടക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്തേക്കുന്നത്. ബൈ ബൈ.